പറ അല്ലേ പറയടാ എൻ്റെ പേരെന്താ പേരെന്താ പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ കണ്ടങ്ങള് ഇതാണ് നമ്മുടെ വട്ടമല കുടിയാണ് പോയിട്ടുള്ള SC കോളനി. അപ്പോൾ ഇത് ഒരു തവണ നമ്മൾ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഇതവിടെ പോയത് ഇപ്പോൾ ഞാനും കുഞ്ഞാണിയാക്കും ആ ഒരു പ്രസവം നടന്ന ഇവരെ കൊടുന്ന് എന്തൊക്കെ അറിയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ അവസ്ഥയെ നോക്കണം നിങ്ങൾ. ഇത്രയും നല്ല അടിപൊളി റോഡാണ് കേട്ടോ നിങ്ങൾ. കയറ്റവും ഇറക്കവും വളരെയധികം പ്രയാസത്തോടു കൂടി. കാരണം ഇന്ന് ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നിട്ട് നമ്മൾ അന്ന് രാത്രി 3 മണിക്ക് 3:30 കൊണ്ടുപോയ മോനുപ്പാനെ വിളിച്ചിട്ടാണ് ഒരു പിന്നെയും കയറി പോകുന്നത്. ഒരു വണ്ടി അവിടേക്ക് പോകില്ല. എന്തെല്ലാം വകുപ്പുകൾ നമ്മളെടുത്തുണ്ട്, എന്തെല്ലാം പദ്ധതികളുണ്ട്, എത്രങ്ങാനും ജനപ്രതിനിധികളുണ്ട്, MP MLA അതുപോലെ തന്നെ ബ്ലോക്ക് ജില്ല പോരാതിന് പഞ്ചായത്തും ഒക്കെപ്പാടെ കൂടിയങ്ങാണ്ട് ഈ ഒരു കയറ്റം ഇതൊക്കെ നല്ലൊരു ഇവിടെയൊക്കെയാണ് പ്രശ്നം. ഇവിടെയൊക്കെ ഒരു കയറ്റം നല്ലൊരു കയറ്റമുള്ളൊരു സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അവിടെയൊക്കെ പാടെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യേണ്ട ഒരു നടപടി ആരും ചെയ്യുന്നില്ല. എല്ലാ പദ്ധതികളും ഇവർക്ക് ഒരുപാട് പദ്ധതികളുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു SC കോളനിക്ക് ഉള്ള ഇങ്ങനത്തെ കോളനികൾക്കൊക്കെ ഒരുപാട് പദ്ധതികളുണ്ട്. അതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ജനപ്രതിനിധികൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഇവിടെയൊക്കെ ഈ ഒരു ഇറക്കമൊക്കെ ഭയങ്കര അധികം പ്രയാസം. ആ 2 സൈഡും കാടൊക്കെ മൂടി ആന വരുന്ന ഈ ആനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു മാസം മുന്നേയാണ് അവിടുത്തെ പോലെ മുറ്റത്തുനിന്ന് കാണ്ട് കടുവ അവരെ പട്ടിനെ കടിച്ചു പോയത്. അതുപോലെ ഈ സൈഡൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു ചാടിയ അവസ്ഥയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു നടപടി, ഈ ഒരു കാര്യത്തിന് വേണ്ടി കാണ്ട് ഒരു നടപടി ഉണ്ടാവും നമുക്ക് കരുതുക. കാരണം എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഓലേതായാലും അവിടുന്ന് പോരൂല. അപ്പോൾ ഏതായാലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലൊരു വാഹനം എത്താനുള്ളൊരു ബുദ്ധിമുട്ടും പ്രയാസം വളരെയധികം കഷ്ടപ്പാട് തന്നെയാണ്. ഏതായാലും നല്ല അടിപൊളി സ്ഥലമാണ്, കാണാനും നല്ല മൊഞ്ചുള്ള, നമ്മുടെ വട്ടമലമൊക്കെ അറിയാം, നല്ല കാണാനും നല്ല മൊഞ്ചുള്ള സ്ഥലം. റോഡൊക്കെ ക്ലിയർ ആണെങ്കിൽ തന്നെ അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടൊക്കെ കാഴ്ചക്കാരും തന്നെ ഒരുപാട് ആളുകൾ വരും. ഏതായാലും ഇങ്ങനത്തെ ഇത് വന്നപ്പോൾ, കാരണം ഇത് റോഡൊന്ന് കാണാത്ത ആളുകൾക്ക് വേണ്ടി ആ റോഡൊന്ന് ഞാൻ കവർ ചെയ്താൽ സ്പീഡ് കൂട്ടിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ വലിയൊരു 2 കിലോമീറ്ററോളം അടുത്തുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ സ്പീഡിൽ വിട്ടുങ്ങാണ്ടാണ് ഈ ഒരു റോഡ് ഞാനതിൽ കവർ ചെയ്തിട്ടുള്ളത്. ഞാനും കുഞ്ഞാണിയാക്കുമാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ കുഞ്ഞാണിയാക്കും അവിടെ ചെന്നപ്പോൾ തന്നെ അതിപ്പോൾ നീ പറയാൻ വലത് കൈ കൊടുക്കണം, ഇടത് കൈ കയറാൻ, എന്തായാലും കുറേ പാട് പ്രശ്നം തന്നെയാണ് അവിടെ ആ ഭാഗത്ത്. ഏതായാലും ഇത് പരമാവധി നമ്മുടെ ഈ ഒരു ജനപ്രതിനിധികൾ ഇതിനൊരു തീരുമാനം, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും വകുപ്പിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ഗവൺമെൻറ് എത്തിക്കാനോ എങ്ങനെയൊക്കെയുള്ള ഒരു പദ്ധതികൾ അതിൻ്റെ കാര്യങ്ങളും ആവിഷ്കരിക്കണം. എത്രയും കൊല്ലമായിട്ട് ആ ഒരു 2-3 കയറ്റം. പിന്നെ അതുമല്ലല്ലോ ഒരുപാട് തൊഴിലാളികൾ പോകുന്ന സ്ഥലമാണ്, ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണത്. രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ. അവർക്കും തന്നെ രാവിലെ പോകാനിരിക്കാനൊക്കെ ബുദ്ധിമുട്ടായി, വാഹനം കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംവിധാനം ഉണ്ടായിട്ടും നമ്മുടെ ഒരു ജനപ്രതിനിധികൾ ഇതിന് ഒരു മുൻകൈ എടുത്ത് ഇറങ്ങണില്ല എന്നുള്ളതാണ്. കാരണം ഇങ്ങനത്തെ ഈ SC കോളനി ST കോളനി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പദ്ധതികളും കാര്യങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ഉള്ളതാണ്. ഏതായാലും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ.